കൃഷ്ണയ്ക്കും ബാലുവിനും ഇടയിലേക്ക് കുഞ്ഞതിഥി എത്തിയ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് ഇവിടെ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ അടിച്ചു വന്നത്. എന്താണ് ആ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്കിളിനും അറിയാം. അങ്കിളിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആയ സാക്ഷാൽ ജി രവീന്ദ്രപാൽ എന്നാണോ ജനിച്ചത് അതേ ദിവസമാണ് ഞങ്ങളുടെ മകനും ജനിച്ചത്. മിനി രവീന്ദ്ര പാലായിരുന്നു. മിനി രവീന്ദ്ര. അവന്റെ സ്വഭാവം ഉണ്ടോ? ഇത് അതുക്കും മേലെ, അതുക്കും മേലെയാണ്. പണ്ട് രവി ഞാനും കൂടെ പോയി കഴിഞ്ഞാല് എവിടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അടി വീണ് കഴിഞ്ഞു. അതിപ്പോഴും ഒരു കുറവില്ല. ആണോ? ഞാനൊക്കെ നിർത്തി കേട്ടോ. അച്ഛൻ ഇപ്പോഴും ലൈക്ക് ആ ഒരു പഴയ 18ന്റെ വയത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാനിവിടെ കൊണ്ടുപോകില്ല. അത് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഡേയ് നീ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവൊന്നുമില്ല. പിന്നെ ഡമാർ പടാറാണ്. പിന്നെ കഴിഞ്ഞ് ബാക്കിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ സൈഡ് വഴി ഓടും, പോറ്റി ഈ സൈഡ് വഴി ഓടും, ഒരു രക്ഷയില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ? അല്ല, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ കാര്യം ഈ ഒരു വയസ്സിലും ആക്ച്വലി ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് കാണുന്നത്. അച്ഛന് അത് എന്ത് കാര്യം സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിൽ അഭിനയിച്ചു. അച്ഛൻ ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിളിച്ചോണ്ടിരുന്നവനെ അതെ, എനിക്കൊന്ന് ടോപ്പിക്ക് മൊത്തം അച്ഛനിലേക്ക് തന്നെ വരുന്നുണ്ട്. അത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നാച്ചുറലി അങ്ങനെ വന്നു. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ബാലുവിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഓ ആയിക്കോട്ടെ. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ, നാമുണരുമ്പോൾ രാവലിയുമ്പോൾ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. എന്റെ ഫേവറേറ്റ് ബാലുവേട്ടൻ പാടുന്നത് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അസല് പാട്ടല്ലേ അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. ബാലു ഏകദേശം സർട്ടൻ ഏരിയാസിൽ രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു അവതാരിക ആയിരുന്നുകൊണ്ട് ഈ ഡീറ്റെയിൽ മുഴുവൻ പഠിച്ചു വെക്കുന്നുണ്ട്. ഒരു വലിയൊരു ട്രോള്, കുറെ പ്രശ്നങ്ങള്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതായത് ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് ഡാൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്തോ ഇറക്കി, എന്തോ സംഭവം. അത് ആക്ച്വലി ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്തത് തന്നെ അതുവരെ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ ഇവിടെ വരെ കാണിക്കത്തുള്ളൂ. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും. എൻ്റെ 9ാം മാസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് November 9th ഞാനത് റിവീൽ ചെയ്തത്, ലൈക്ക് ഐ വാസ് പ്രഗ്നന്റ് എന്നുള്ള കാര്യം. അത് റിവീൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ ഒരു ഡാൻസ് വീഡിയോയുടെ ഒക്കെയാണ് ഇട്ടത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഞാൻ വെച്ച ഡെമ്മിയൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാന്നൊക്കെ ആദ്യം കരുതി. കാരണം അത് നമ്മൾ പറയില്ലേ, നമ്മൾ 100% കൊടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത പോലെ ഞാൻ ഈ ഡാൻസ് കളിച്ചത് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഈ ഒരു പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് കുഞ്ഞിന് നല്ലതാണെന്നുള്ള കാര്യം. പക്ഷെ നമ്മുടെ പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന മുറ്റം തൂക്കണം, അതെ, അത് ചെയ്യുന്നുണ്ട്. മുറ്റവും തൂക്കാറുണ്ട്. ഞാൻ വീട്ടിലെല്ലാ പണിയും ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഒരു സംശയം, കുക്കിംഗ് ചെയ്യും പിന്നെ തീർച്ചയായിട്ടും ഭക്ഷണമൊക്കെ പാചകം നല്ലപോലെ ചെയ്യും, എനിക്കിഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം. അതെ, അതായത് ഞാൻ ഈ ഡാൻസ് ഒക്കെ ചെയ്തു. അവിടെ നിന്നാണ് ആക്ച്വലി ഇഷ്യൂസ് ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇത് ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞവർ വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നല്ലപോലെ വണ്ണം വെച്ചിരുന്നു. അത് ഞാൻ ഏകദേശം ഒരു 26 kg ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രഗ്നൻസി പീരീഡിൽ.
അപ്പം എന്നെ ഇങ്ങനെ ഒരു സ്ലിം ആയിട്ട് കണ്ടിട്ട് പെട്ടെന്ന് വണ്ണം വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കും കുറെ പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുഞ്ഞിനെ നോക്കുന്നത് പോസ്റ്റ്മോർട്ടം ടൈമിൽ ഞാൻ ആ സമയത്ത് ഞാൻ നല്ല ആക്റ്റീവാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യാൻ തുടങ്ങി, തടിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് രീതിയിൽ മെൻഷൻ ചെയ്യാൻ തുടങ്ങി. ഓൺലൈനിൽ വരുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നെയൊക്കെ എടുത്ത്. ബാലുവിന് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അത് ഡയറക്ടേഴ്സ്, അതൊക്കെ ആരാണ്? അതായത് ആക്ടേഴ്സ് ഒരുപാട് പേരെ അറിയാം, ഡയറക്ടേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വിരളമാണ്. ഇപ്പം പ്രിയനങ്കിളിനെ അറിയാം, കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ദീപു കരാഞ്ചേന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം ആക്ച്വലി അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാലേട്ടനോട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ പറയും അത് ആക്ച്വലി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരാറുണ്ട്. എനിക്ക് അങ്ങനെ മാലിക്ക് വന്നോണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. അതാണ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുന്നത് നമുക്കൊരു സമയം ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആവാൻ ചിലപ്പോൾ ഇനിയും ടൈം ആവുമായിരിക്കും. കാരണം ഞാനിപ്പം എന്താണോ ചെയ്യുന്നത് അതിൽ ഞാൻ ഹാപ്പി ആണ്. ഞാൻ കുറേ റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഭാര്യയുടെ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഒരു അമ്മയുടെ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്, നല്ല മരുമകളുടെ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്, നല്ലൊരു മകളുടെ റോള് കൈകാര്യം ചെയ്യുന്നു. വേണ്ടായിരുന്നു രവി പറയുന്നത് ഞാൻ അങ്ങോട്ട് ഇടാം. ഓ തന്നെ നല്ല വേഷ കൈകാര്യം ചെയ്യുന്നു അല്ലേ? അടിപൊളി. ലൈക്ക് എന്ത് ആ ഒരു മൈന്യൂട്ട് ഇതുപോലെ സംസാരിച്ചിരിക്കുന്നു തോന്നുന്നു. അവരെന്നെ വിളിക്കാറില്ല, അതാണ് എന്റെ വിഷമം. ഓക്കെ, അതുപോലെ ഒരു ആക്ടറാണ്, ഇൻഫ്ലുവൻസർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്, ഇന്റീരിയർ ഡിസൈനർ ആണ്, ആങ്കർ ആണ്. 10 കഴിഞ്ഞ് കാലിലോട്ട് എടുക്കണം. ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ ആണ് ഒരു ചാനലില്. അതുപോലെ ഇപ്പം അമ്മ അസോസിയേഷന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ അസിസ്റ്റ് ചെയ്തു. അപ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മള് ലൈക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ക്യാമറയുടെ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെയിൻ, അതിൻ്റെ ഒരു എഫേർട്ട്, അതെല്ലാം ഭയങ്കര ലൈക്ക് ഞാൻ ഓരോ നിമിഷവും ആക്ച്വലി അത് എൻജോയ് ചെയ്യായിരുന്നു. ഞാനൊരു വർക്കൊക്കെ കിട്ടിയാൽ ഞാനത് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കൊടുക്കുന്ന ആളാണ്. പിന്നെ വീട്ടിൽ വിളിയില്ല, ഒന്നുമില്ല, ഫുൾ ആ വർക്കിൽ തന്നെ ആയിരിക്കും. അതായത് ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സമയത്തൊക്കെ ലാലേട്ടനെ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കാണാനുള്ള സന്ദർഭം വരുന്ന സമയത്ത് അതങ്ങ് മിസ്സാവുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് കാണാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റീല് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതും ഞാനായിരുന്നു. അപ്പം അത് ഭയങ്കര കയറി വൈറലായി. അപ്പൊ അതൊക്കെ ഭയങ്കര അഭിമാനമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്, അതുകൂടെ നടക്കട്ടെ. ദാസേട്ടനെ കൊണ്ട് ആ പാട്ട് പാടിക്കണം എന്നുണ്ട്. പാടിക്കും. അപ്പം അതും കൂടെ നടക്കട്ടെ. പാടിക്കും, പിന്നെ പാടാതെ.